ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു നെഗറ്റീവ് ഷോ ബിജെപിയുടെ അധ്യക്ഷൻ ഒരു ദിവസം ചോദിക്കുന്നത് ഇത് തോറ്റാൽ വി ഡി സതീശൻ പ്രതിപക്ഷ അവസാനം രാജിവെക്കുമെന്ന്. പാലക്കാടിന് നല്ലത് തോന്നും, പാലക്കാടിന് നല്ലത് വരുത്തണം. പാലക്കാട് തീരുമാനിക്കുന്നത് ശരിയുടെ സത്യത്തിന്റെ തീരുമാനമായിരിക്കും. അതെനിക്കറിയില്ല. വന്ന് പ്രാർത്ഥിക്കുന്നവരും നിന്ന് പ്രാർത്ഥിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. നിന്ന് പ്രാർത്ഥിക്കുന്നവർ, അതുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എല്ലാറ്റിലും. അതെ 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 ഓടി നടക്കാൻ അറിയണം ജനങ്ങൾക്ക് വേണ്ടിയെന്ന്. ലൈം ലൈറ്റിൽ നിന്ന് രാഷ്ട്രീയം കളിക്കുന്ന ആളാണെന്ന് പറയാതെ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി. ആ ലൈം ലൈറ്റ് രാഷ്ട്രീയത്തിന് തന്റെ മുൻഗാമിക്കുണ്ടായ ഒരു പരിവേഷമുണ്ടല്ലോ, ആ പരിവേഷത്തിന്റെയും കൂടി പ്രായശ്ചിത്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഗതികേടിലേക്ക് കോൺഗ്രസും ലീഗും UDF-ഉം അടക്കം എല്ലാ മനുഷ്യരും, ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ 70,000-ന്റെ ഒരു കൗണ്ട്, അതിലൊരുപാട് മനുഷ്യരുണ്ട്. അവരുടെ രാഷ്ട്രീയം ഒന്നും വേർതിരിക്കാൻ നിങ്ങൾ പോകണ്ട, അതൊക്കെ മെനക്കെട്ട് പണിയാണ്. രാഷ്ട്രീയം നോക്കണ്ട. അവിടെ ജനങ്ങൾ പാലക്കാടിനെ നോക്കി വോട്ട് ചെയ്യും. ഇത് നോക്കി കുത്തിത്തിരിപ്പ് ചോദ്യം. 2024 പാലക്കാട് വോട്ട് ചെയ്യുന്നതാണ് രാഹുൽ പറയുന്നത്. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി വോട്ട് ചെയ്യുന്നത് അത് 23-ാം തീയതി രാഹുൽ പറഞ്ഞാൽ ഞാനതിനെ വിശ്വാസത്തിലെടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം. അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചെങ്കിലും ഒരു സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം. വന്ന് കുരുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു പരിഗണന മാനുഷികമായിട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. എത്ര വയസ്സായിടോ? എന്ത് ചോദ്യം അത്? പ്രായത്തിന്റെ മാനദണ്ഡമല്ല. ജനങ്ങളുടെ അടുത്തുനിന്ന് ചോദിച്ചാൽ ആരാ ഇവിടുത്തെ യഥാർത്ഥ യൂത്ത് എന്ന് അപ്പൊ മനസ്സിലാവും. പ്രായം കൊണ്ടല്ല ഒരാളുടെ യൂത്ത് അളക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് പ്രായം കുറവാണ് എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രീതിയും അത്ര നല്ലതൊന്നല്ല. സമപ്രായക്കാരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് BJP സ്ഥാനാർത്ഥി കുറച്ച് പ്രായം കൂടുതലാണെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടതാണോ നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പറയുന്നത്? അങ്ങനെയൊന്നല്ല. പ്രായം ഒരു ഘടകമല്ല. മനസ്സിന്റെ ചെറുപ്പവും ചുറുചുറുക്കും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള കാര്യപ്രാപ്തി. BJPക്കെതിരെയാണ് മത്സരം. ഇവിടെ എതിരെ എന്നുള്ള വാക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല, നെഗറ്റീവ് വാക്കുകൾ ഇവിടെ ഇല്ല. ജനങ്ങളുടെ വോട്ട് നമുക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. ജനങ്ങൾക്ക് ഒരാളെ തീരുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. അവരാരെയും എതിർത്തല്ല തീരുമാനിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് എതിർത്ത് വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ വോട്ട് ചെയ്തതിന് ഒരാൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ എതിർത്ത് വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല. ആർക്കൊക്കെയോ വേണ്ടി വോട്ട് ചെയ്യുന്ന 70,000 പേര് ഇവിടെ ഉണ്ടാവും. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞാനതിന് മറുപടി പറയേണ്ട യാതൊരു ആവശ്യമില്ല. അല്ല, ഇതിപ്പോ ഒരേ രക്തത്തിലുള്ളവർ തന്നെയാണല്ലോ. കാരണം ഇന്നലെയും കൂടി അദ്ദേഹം നടത്തിയ പ്രസ്താവന അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമായി. നാട്ടിന്റെ തിരക്കഥയിൽ എവിടേക്കോ പാളിച്ച പറ്റി. അപ്പൊ അതുകൊണ്ട് ആ രണ്ടുപേർക്ക് പറയുന്നതും ഈ പറഞ്ഞ ആൾക്കെതിരെ പറയുന്നതൊക്കെ ഒന്ന് തന്നെ. അത് തന്നെ പറയുന്നത്. പറയേണ്ടിയിരുന്ന രണ്ടുപേരെന്ന് പറഞ്ഞ് പരാമർശിച്ച പേരുകളും പറഞ്ഞ ആളും ഒക്കെ ഒന്ന് തന്നെയാണെന്നേ. അതല്ലേ ഞാൻ പറയുന്നത്. ഇപ്പോഴും രക്തത്തിൽ അത് തന്നെയാണെന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായില്ലേ? അതൊക്കെ CPM-ൽ വന്നാൽ നടക്കുമായിരിക്കില്ല. അതുകൊണ്ട് അതൊക്കെ നടക്കുന്ന ഒരേ സമയം രണ്ട് രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞാൻ ഈ സ്വാതന്ത്ര്യത്തെയാണ് ചോദ്യം ചെയ്ത് പുറത്തു വന്നത്. അത് ദുസ്വാതന്ത്ര്യമാണ്. ഒരു മനുഷ്യനൊരു നിലപാടുണ്ടാവണം, ഒരു ആദർശം ഉണ്ടാവണം. അത് പണയം വെച്ച് 4 വോട്ടിന് വേണ്ടി ചെയ്യുന്നതൊക്കെ തിരിച്ചടിക്കും.